الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون يوم يدعو آدم وأنبياء نفسي 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 ويوم يدعو خير خلق الأنبياء أمتي يا أمتي يا أمتي വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, ഒരുങ്ങുക നാളേക്ക് വേണ്ടി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന് അനിവാര്യമായതും ആലോചിക്കേണ്ടതുമായ ഗൗരവമേറിയ ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം
ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നവരാരാണ്, നന്ദികേട് കാണിക്കുന്നവരാരാണെന്ന പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. വിശുദ്ധ ഖുർആൻ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു മരണത്തെ ജീവിതത്തെ രണ്ടിനെയും പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചത്, ഉണ്ടാക്കി തന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളായ ആളുകളെ, നാം ആലോചിക്കേണ്ട ഗൗരവപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഉണർത്തട്ടെ, ഇത്ര നേരം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ കേട്ടു. ഇനിയും ഇതാ നമ്മൾ കേൾക്കാനിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കവേ നാം ഈ സദസ്സിലിരിക്കുമ്പോൾ എന്റെ വിഷയം ഞാൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇവിടങ്ങളിൽ ഓതാനിരിക്കുന്ന വചനങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, ഹദീസിന്റെ പ്രവാചകന്റെ വചനാമൃതങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 2-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ 3 ക്വാളിറ്റി എടുത്ത് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആ 3 പ്രത്യേകത, അതിൽ ഗൗരവപ്പെട്ട വിഷയങ്ങളിലേക്ക് നാം ശ്രദ്ധ ക്ഷണിക്കണം. ചലിച്ചു പോകാതെ, തെറ്റിപ്പോകാതെ, ശ്രദ്ധ തെറ്റാതെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നാം എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന ചർച്ചയിലേക്ക് പോകുമ്പോൾ ഈ ആയത്തിനെ നാം അടിവരയിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ഇനി കേൾക്കാനിരിക്കുന്ന, മരണം വരെ നാം കേൾക്കാനിരിക്കുന്ന ദീനീ സദസ്സുകളെ നാം അഭിമുഖീകരിക്കുകയും വേണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ഗുണങ്ങളെടുത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പറയുന്നു: ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും വിശ്വാസികൾ, അവരുടെ പ്രത്യേകത അല്ലദീന, അവരെങ്ങനത്തവരാണ്, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകൾ അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്താൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം വിറച്ചു പോകും, ഹൃദയത്തിൽ ഒരു വിറയലുണ്ടാകും. വിശ്വാസികളെ, പടച്ചതമ്പുരാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഈമാനുള്ളവർക്ക് ഹൃദയം വിറക്കും. മാത്രമല്ല, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ആ റബ്ബിന്റെ വചനങ്ങൾ, പടച്ചതമ്പുരാന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വാസികൾ കോതി കേൾപ്പിച്ചു കൊടുത്താൽ, സാദത്തുഹും ഈമാനാ, അവരുടെ ഹൃദയത്തിൽ ഈമാന് വർദ്ധിക്കുന്നതാണ്, ഈമാൻ ഉറക്കുന്നതാണ്, ജീവിതത്തിലെ തിന്മകൾ അവർ ദൂരേക്ക് വലിച്ചെറിയുന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വിശ്വാസികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ജീവിതത്തെ റബ്ബിലേക്ക് പരമേൽപ്പിക്കുന്ന ആളുകളാണെന്ന് ഖുർആൻ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സ്വഭാവങ്ങൾ, വിശ്വാസികളുടെ 3 ഗുണങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ 2-ാമത്തെ ഗുണത്തെ നാം പരിശോധിക്കേണ്ടതുണ്ട്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, സാദത്തുഹും ഈമാനാ,
പടച്ചതമ്പുരാന്റെ ആയത്തുകൾ അവർ കോതി കേൾപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കും. സഹോദര, നാളേക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കണേ എന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ തിന്മകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വീണ്ടും വിചാരം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നാം അറിയണേ, നാം ചിന്തിക്കണേ, ഗൗരവത്തോടുകൂടി ഓർക്കണേ. ഞാൻ ചെയ്യുന്ന തിന്മയ്ക്കെതിരെ ഒരു വചനം കേട്ടാൽ ആ തിന്മയെ മാറ്റി നിർത്തി ആയത്തിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ? അതാണ് സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഇറങ്ങിയപ്പോ മദീനയുടെ തെരുവോരങ്ങളിൽ മദ്യത്തിന്റെ പീപ്പകൾ തച്ചുടച്ചൊരു കാലഘട്ടം അവിടെ കഴിഞ്ഞുപോയിരുന്നു. എന്തേതെന്നറിയോ? റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയ വിശ്വാസികൾ ആയത്ത് കേൾക്കുമ്പോ, ഹദീസ് കേൾക്കുമ്പോ ജീവിതത്തിൽ അത് സ്വീകരിക്കുന്ന, ജീവിതത്തിൽ അത് ജീവൽഗന്ധിയായി സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ ഏതൊക്കെ തിന്മകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതം വിശുദ്ധ ഖുർആനിനും ഹദീസിനും എതിരായി ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്നുണ്ടോ, അത് തിരുത്താനാണ് ഇത്തരം സദസ്സുകൾ ഉപകാരപ്പെടേണ്ടത്, ഉപയോഗപ്പെടേണ്ടത്. അതുകൊണ്ട് നാം ഓർക്കുക, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്, പടച്ചതമ്പുരാൻ നമ്മളെ പരീക്ഷിക്കുകയാണ്. റബ്ബ് പരീക്ഷിക്കുകയാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 185-ാമത്തെ വചനത്തിലുള്ള പറയാണ്, മനുഷ്യ, നീ മരണപ്പെടും, നിന്റെ വിജയം എവിടെയാണ്? നിങ്ങൾ നോക്ക്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരണമെന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. നാം കാണുന്ന മരണങ്ങൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ, നമ്മുടെ കൺമുന്നിൽ എത്രയെത്ര മരണങ്ങളാണ് നാം കാണുന്നത്. ആ മരണത്തെ രുചിക്കേണ്ടവരാണ്. ആ മരണത്തിന് ഒരു രുചിയുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ രുചിയുടെ രൂപത്തെ ഹദീസിന്റെ താളുകളിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, മരണപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, രണ്ട് രൂപത്തിൽ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മരണത്തെ രണ്ട് വിധത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. ആ രണ്ട് രൂപത്തിൽ പഠിപ്പിച്ച മരണം ഏത് രൂപത്തിലാണെന്ന് വിശാലമായി ചർച്ച ചെയ്യാൻ സമയമില്ലെങ്കിലും വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയട്ടെ. നാം മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഒരു സൈലന്റ് അറ്റാക്ക് എന്ന പേരിൽ, ഒരു ദുരന്തമെന്ന പേരിൽ, ഒരു അപകടമെന്ന പേരിൽ നാം കേൾക്കാറില്ലേ? മംഗലാപുരത്ത് വിമാന ദുരന്തമുണ്ടായപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ച സംഭവങ്ങളില്ലേ? നമ്മളെയൊക്കെ ഞെട്ടിച്ച സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തേങ്ങിക്കരഞ്ഞവർ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞുപോയി. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, പത്രത്തിന്റെ താളുകളിൽ ദിവസങ്ങളോളം മംഗലാപുരം വിമാന ദുരന്തത്തെ ചർച്ച ചെയ്തു. എന്തേ അന്നുണ്ടായത്? അതാ ഗൾഫിൽ നിന്ന് വാപ്പ മടങ്ങുന്നുണ്ട്. മംഗലാപുരത്തെ വിമാനത്താവളത്തിൽ എന്റെ ഉപ്പ ഇന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച പിഞ്ചോമന മക്കളില്ലേ? ആ പിഞ്ചോമന മക്കളുടെ സന്നിധിയിലേക്ക്, പിഞ്ചോമന മക്കളിലേക്ക് വാപ്പ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോ എന്റെ ഉപ്പ ഇന്ന് വരും. ഉപ്പാന്റെ അടുക്കലേക്ക് ഞാനാണ് ആദ്യം ചെല്ലുക. എയർപോർട്ടിൽ നിന്ന് ഉപ്പയെ ഞാനാണ് ആദ്യം കെട്ടിപ്പിടിക്കുക. എന്റെ ഉപ്പയുടെ കവിളത്ത് ഞാനാണ് ആദ്യം മുത്തമിടുക എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന പിഞ്ചോമനകൾ, ഉപ്പാന്റെ കയ്യിലെ ചോക്ലേറ്റ് പ്രതീക്ഷിച്ച കുട്ടികളുടെ
കയ്യിലേക്ക് സ്വന്തം ഉപ്പയാണെന്ന് തിരിച്ചറിയാത്ത കരിക്കട്ടയായി വാപ്പ തിരിച്ചു വന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നാളെ നമ്മളും മരിക്കും, നാമും മരിക്കാനുള്ളവരാണ്. ആ മരണത്തെ കാത്തിരിക്കുന്നവരാണ് സഹോദര. എപ്പോഴാ മരിക്ക നമുക്ക് പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് ചെയ്യും പറയാൻ കഴിയില്ല, നാളെ എന്ത് പ്രവർത്തിക്കും പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ലെന്ന് ഖുർആൻ. ഒരാൾക്കും അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദര, മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാന്റെ റസൂല് ഈദ്ഗാഹിൽ നിന്ന് മടങ്ങി വരികയാണ്. റസൂലുള്ള വരുന്ന വഴിയിൽ ഒരു പിഞ്ചോമന മകൾ, ഒരു കൊച്ചുകുട്ടി കീറിയ വസ്ത്രം ധരിച്ച് മറ്റു കുട്ടികൾ കളിക്കുന്ന രംഗം കണ്ട് കാത്തിരിക്കുന്നു. അത് കണ്ടിട്ട് കണ്ണിൽ വെള്ളമൊലിപ്പിച്ച് കണ്ണുനീരൊലിപ്പിച്ച് ഒരു പിഞ്ചോമന, ഒരു കുട്ടി നിൽക്കുന്നത് കണ്ട് അള്ളാന്റെ റസൂൽ ആ കുഞ്ഞിനെ കൂട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, മോനെ, നിന്നവർ കളിക്കാൻ കൂട്ടാഞ്ഞിട്ടാണോ? എന്തേ നീ മാറി നിൽക്കുന്നത്? നിന്നവർ കളിക്കാൻ കൂട്ടാഞ്ഞിട്ടാണോ? എന്തേ നീ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് ഈ പിഞ്ചോമന പറയുകയാണ്, ഈ കൊച്ചു ബാലൻ പറയുകയാണ്, അള്ളാന്റെ റസൂലേ, അള്ളാന്റെ റസൂലേ, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും മരണപ്പെട്ടു പോയി നബിയെ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും മരണപ്പെട്ടു പോയി നബിയെ. അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തത്, അവർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തവരുടെ ഉമ്മയാണ്, അവരുടെ ഉപ്പയാണ്. എനിക്ക് കളിപ്പാട്ടം വാങ്ങിത്തരാൻ എന്റെ ഉപ്പയില്ല, എന്റെ ഉമ്മയില്ല. എന്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരുകൾ ഒഴുകി. പ്രവാചകൻ ആ കുഞ്ഞിനെ തന്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിച്ചില്ലേ? പ്രിയമുള്ളവരെ, പിഞ്ചോമനകൾ വിലപിക്കുന്ന ഒരു ദിവസമുണ്ട്. വാപ്പാന്റെ മയ്യത്തിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ദിവസമുണ്ട്. അൻസല്ലദീ വലദതുക ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലുക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക വാഹികം മസ്റൂറാ. ഒന്നോർത്തു നോക്ക്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്നപ്പോ വന്നാസു ഹൗലുക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റിലും നിന്റെ അയൽവാസികള്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര് എല്ലാവരും ചുറ്റിലും നിന്നിട്ട് പൊട്ടിച്ചിരിച്ചിരുന്നു. പക്ഷേ അന്ന് നീ കരയുകയായിരുന്നു. അതെ, അന്ന് നീ കരയുകയായിരുന്നു. പക്ഷേ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക വാഹികം മസ്റൂറാ. എന്നാൽ നിന്റെ മരണത്തിന്റെ അന്ന്, നിന്റെ മരണത്തിന്റെ അന്ന് നീ ജനിച്ചപ്പോൾ ചിരിച്ചവർ, നീ ജനിച്ചപ്പോൾ നിന്റെ ജനനം കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞവർ, അവരൊക്കെ പൊട്ടിക്കരയുകയാണ്, അവരൊക്കെ ഏങ്ങലടിക്കുകയാണ്. ഉപ്പാന്റെ നെഞ്ചത്ത് പിഞ്ചോമനകൾ വന്ന് കരയുന്നുണ്ട്. എന്റെ ഉപ്പ നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി ബാഗ് വാങ്ങിത്തരാൻ, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ആരാണുള്ളത്? എനിക്ക് കളിപ്പാട്ടം കൊണ്ടുവന്നു തരാൻ ആരാണുള്ളതെന്ന് ചോദിച്ച് വിലപിക്കുന്ന ദിവസം. ഭാര്യ കരയുന്നുണ്ട്, എന്റെ കിടപ്പറ പങ്കിടാൻ എന്റെ ഭാര്യ, എന്റെ ഭർത്താവില്ലല്ലോ. മൈനറിയത്തിയുമായി കണ്ടടം മൊലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിക്കുന്നതത്ഭുതമല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ നമ്മുടെ കിടപ്പറ പങ്കിട്ട ഭാര്യ നമ്മളോട് യാത്ര പറയുന്ന ദിവസം, ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാ അത് വരാന്നറിയില്ല. ഒരു സൈലന്റ് അറ്റാക്ക് എന്ന പേരിൽ, ഒരു ദുരന്തം എന്ന പേരിൽ, ഒരു പനി എന്ന പേരിൽ, ഒരു കുഴഞ്ഞു വീഴൽ എന്ന പേരിൽ, ഏത് പേരിലാ അത് വരിക ഒരിക്കലും പറയാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയുള്ളൊരു മരണം ആരാ മരിക്ക? എല്ലാവരും മരിക്കും. ലോകത്ത് മരിക്കാത്തവരായി ആരുമില്ല. അള്ളാന്റെ റസൂല് വരെ മരണപ്പെട്ടിട്ടുണ്ട്, അള്ളാന്റെ റസൂല് വരെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സഹോദര, ആദം മുതൽ
പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളം നിനക്കില്ലേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എന്നോർത്ത് നോക്ക്, കൊട്ടാരങ്ങളിൽ ജീവിച്ചവർ, സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിതം നയിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മരണം വരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, കുതിരപ്പുറത്ത് യാത്ര ചെയ്തവർ അവസാനം 6 കാലാകുന്ന 6 ചക്രമുള്ള 6 കാലുള്ള മയ്യത്തുകെട്ടിലാകുന്ന വാഹനത്തിൽ വീട്ടുമുറ്റത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോ മക്കൾ പ്രതീക്ഷിച്ചു. വാപ്പ സാധാരണക്കാരെടുത്തിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോ മക്കൾ ആലോചിക്കും, വാപ്പ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരും. എന്നാൽ ഒരു കുഞ്ഞും വിചാരിക്കില്ല, ഒരു ഭാര്യയും വിചാരിക്കില്ല, ഒരു ഉമ്മയും ഒരു സഹോദരിയും ഒരു മനുഷ്യരും വിചാരിക്കില്ല. 6 കാലുള്ള വാഹനത്തിലേക്ക് വാപ്പാന്റെ മയ്യത്തെടുത്തു വെക്കുമ്പോ ആ വാപ്പ ഇനി ഇങ്ങോട്ടില്ല, വാപ്പാക്കിനൊരു മടക്കമില്ലെന്ന് മക്കൾ ഉറപ്പിക്കും. വാപ്പ തിരിച്ചു വരുമെന്നൊരു മക്കളും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ടാണ് നിലവിളിക്കുന്നത്, അതുകൊണ്ടാണ് കരയുന്നത്, അതുകൊണ്ടാണ് സങ്കടങ്ങൾ പറയുന്നത്, അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തെ ക്രമീകരിക്കണം. ഈ മരണത്തെ നമ്മുടെ മുന്നിലേക്ക് പടച്ച തമ്പുരാൻ കൊണ്ടുവരുന്ന ഒരു ദിവസം, അന്ന് മരിക്കുന്ന വേളയിൽ വിശ്വാസിയായി മരിക്കാൻ സാധിക്കണം, വിശ്വാസിയായി മരിക്കാൻ സാധിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, മുസ്ലിമായി മരിക്കണേ, ഈമാനോടുകൂടി മരിക്കണേ, ഈമാനോടുകൂടി മരിക്കണേ. നിങ്ങൾ നോക്ക്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണീരുകൾ ധാരധാരയായി ഒഴുകുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന സ്വഹാബത്ത് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, റസൂലുള്ളാഹിന്റെ കൂടെ നടന്നു നിങ്ങൾ, റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന് ഹദീസുകൾ പഠിച്ചു നിങ്ങൾ മരിക്കുന്ന വേളയിൽ കരയാനാണോ പഠിച്ചത്? മരിക്കുന്ന സമയത്ത് കരയാനാണോ അബൂ ഹുറൈറ പഠിച്ചത്? എന്തിനാ കരയുന്നത്? എന്തിനാ അബൂ ഹുറൈറ കണ്ണീരുകൾ ചാരിട്ടൊഴുകുന്നത് എന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറയുടെ മറുപടി എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ള സ്വഹാബത്തെ, മരണത്തെ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, മരണത്തെ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? സ്വർഗത്തിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, സ്വർഗത്തിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് പോകാനുണ്ട്. പക്ഷേ ആ യാത്രയ്ക്കുള്ള വിഭവം, അമലുകളാകുന്ന വിഭവം എന്റെ കയ്യിൽ കുറച്ചു മാത്രമേ ഉള്ളൂ. വൽ മൗതു ഖരീബ്, മരണം അടുത്തല്ലോ. ഇനി സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, സ്വർഗത്തിന് വേണ്ടി അമലുകൾ ചെയ്യാൻ സമയമില്ലാതെയായി പോയല്ലോ എന്നോർക്കുന്ന, എന്ന് പറഞ്ഞ് കരയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ജീവിതത്തിന്റെ മിക്ക സമയങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ചെലവഴിച്ച് ഹദീസുകൾ പഠിച്ച് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുന്നിലായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. രാത്രി സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വിളക്ക് കെട്ട സമയമില്ല. സുഹൃത്തുക്കളെ, ഇരുട്ടാണെങ്കിൽ ഇരുട്ടത്തു നിന്ന് നമസ്കരിക്കുന്ന അബൂ ഹുറൈറ, രാത്രികളിൽ ദീർഘമായി നമസ്കരിക്കുന്ന അബൂ ഹുറൈറ, ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വിലാപമാണ് മരിക്കുന്ന വേളയിൽ അമലുകളില്ലല്ലോ, സൽക്കർമ്മങ്ങളില്ലല്ലോ എന്ന വിലാപം. സഹോദരങ്ങളെ, അതുകൊണ്ട് മുസ്ലിമായി മരിക്കണമെങ്കിൽ നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, സ്വതക്കയുണ്ടോ, സൽസ്വഭാവം, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറിയ പെരുമാറ്റമുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, നമുക്കൊക്കെ പലപ്പോഴും ഭൗതികമായ ഈ വിഷയങ്ങളിൽ, ഭൗതിക ജീവിതത്തിൽ മുഴുകിയവരായി നാം മാറിക്കഴിഞ്ഞു, അല്ലേ? ഭൗതിക ജീവിതത്തിൽ മുഴുകിയവരായി നാം മാറിക്കഴിഞ്ഞു.
ഇവിടെ സൽക്കർമ്മം ചെയ്താൽ അതിനുള്ള പ്രതിഫലം, ഇവിടെ ദുഷ്കർമ്മം ചെയ്താൽ അതിനുള്ള ശിക്ഷ നാളെ പരലോകത്ത് അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ ഖുർആൻ തുടർന്ന് പഠിപ്പിച്ചു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് മനുഷ്യന്റെ പ്രതിഫലങ്ങൾ, നന്മതിന്മകൾക്ക് തുല്യമായ പ്രതിഫലങ്ങൾ അവിടെ നൽകപ്പെടുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന. ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആരാണോ, ഫഖദ് ഫാസ്, അവരാണ് വിജയം കൈവരിച്ചവർ, അവരാണ് വിജയിച്ചവർ. എന്ത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണോ, അതായത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളുമായി ഈ ഭൂമി ലോകത്ത് പ്രവർത്തിക്കുന്നവർ ആരാണോ, ഫഖദ് ഫാസ്, അവരാണ് വിജയം കൈവരിച്ചവർ, അവർ വിജയിച്ചു. എന്നിട്ട് ഖുർആൻ പറഞ്ഞതെന്താ? നമുക്ക് തടസ്സമാകുന്ന ഭൗതിക ലോകമുണ്ടല്ലോ, സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് തടസ്സമാകുന്ന നമ്മുടെ കച്ചവടം, സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് തടസ്സമാകുന്ന നമ്മുടെ സമ്പത്ത്, ദുനിയാവിന്റെ പളപളപ്പ്, ദുനിയാവിലെ അധികാരങ്ങൾ, ദുനിയാവിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലുള്ള അധികാരങ്ങൾ, സൽക്കർമ്മങ്ങൾക്കുള്ള തടസ്സം, അതൊക്കെ എന്താണെന്നറിയുമോ? വമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവെന്ന് പറയുന്നത്, ഈ ദുനിയാവ് എന്താണ്? നിങ്ങൾ ജീവിച്ചു പോകുന്ന ഈ ദുനിയാവുണ്ടല്ലോ, നന്മകൾ ചെയ്യുന്ന ദുനിയാവ്, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ദുനിയാവ്, പരലോകത്തെ മറക്കാൻ നിങ്ങൾക്ക് കാരണമായ ദുനിയാവ്, ആ ദുനിയാവ് ഇല്ലാ മതാഉൽ ഉറൂർ, വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്, ചരക്കാണ് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നാളത്തെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിലൂടെ നമ്മോട് ആലോചിക്കാൻ, നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞ കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, നാളത്തെ വിജയത്തിന് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, എന്താ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്? ഖുർആൻ ചോദിക്കേണ്ട നമ്മളോട്, ആലോചിക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണേ, നാളത്തേക്ക് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തത്? സഹോദരങ്ങളെ, ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് നൽകുന്ന ഉപദേശങ്ങൾ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന 5 ഉപദേശങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിന്റെ ഒന്നാമത്തെ ഉപദേശം എന്താണെന്നറിയോ? പരലോകത്ത് വിജയിക്കാൻ നിങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വഹാബത്തുമായി പങ്കുവെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഉപദേശം എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ 5 ഉപദേശങ്ങൾ നൽകിയപ്പോ അതിലൊന്നാമത്തെ ഉപദേശം, ഇത്തഖി മഹാരിമ, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കണം. പരലോകത്ത് വിജയിക്കാൻ, നാളത്തെ വിജയത്തിനു വേണ്ടി നാം സൂക്ഷിക്കേണ്ട ഭാഗമേതാണ്? ഇത്തഖി മഹാരിമ, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണേ, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം. തകുൻ അഅ്ബുദന്നാസ്, അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി നിങ്ങൾക്ക് മാറാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ. സുഹൃത്തുക്കളെ, പരലോകത്ത് വിജയിക്കാനുള്ള ഉപദേശമാണ് റസൂലുള്ളാഹിന്റെ. സ്വീകരിച്ചൂടെ നമുക്ക്? ഇത്തഖി മഹാരിമ, ഹറാമ് സൂക്ഷിക്കണം. ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീട്ടിന്റെ അവസ്ഥ എന്താ? ഹറാമിനാൽ നിറഞ്ഞു നിൽക്കുന്ന വീടായി നമ്മുടെ വീട് മാറിയില്ലേ? സിനിമയും സീരിയലും നിറഞ്ഞു നിൽക്കുന്ന വീടല്ലേ സുഹൃത്തെ നമ്മുടേത്?
അല്ലേ? സിനിമയും സീരിയലും നിറഞ്ഞു നിൽക്കുന്ന വീട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ വീട്ടില് ഉമ്മാക്ക് കരച്ചിലാണ് ഡ്യൂട്ടി. എന്താ കരയാനുള്ള കാരണം? ഉമ്മ സീരിയല് കണ്ട് കരയാണ് അല്ലേ? ഈ രൂപത്തിൽ റിമോട്ടും കയ്യിൽ പിടിച്ചിരുന്ന് സീരിയലിന്റെ മുന്നിൽ നിന്ന് മക്കൾക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് ആ സമയം ദുരുപയോഗം ചെയ്യുന്ന വീടായി നമ്മുടെ വീട് മാറുമ്പോ പിശാചിന്റെ കേന്ദ്രമാണ് സഹോദര. പിശാചിന്റെ കേന്ദ്രമായി നമ്മുടെ വീട് മാറുന്നുണ്ട് സുഹൃത്തെ. അത് പരലോകത്ത് നമ്മളെ ബാധിക്കും സഹോദര. കൃത്യമായി ആലോചിക്കണം, കൃത്യമായി ചിന്തിക്കണം. മ്യൂസിക് ഹറാമാണെന്ന് അല്ലാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചു. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ വചനം സംഗീതവുമായി ബന്ധപ്പെട്ടിറങ്ങിയ വചനമാണ്. കൃത്യമായിട്ട് ചിന്തിച്ചു നോക്ക്, ഒന്നാലോചിച്ചു നോക്ക്. ആ ആയത്ത് പോലും കണ്ണിൽപ്പെടാതെ, അതിലേക്ക് ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വെറും സിനിമയും സീരിയലും ഹറാമുകളും നിറച്ച ഒരു ജീവിതമായി നമ്മൾ അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ വാപ്പാന്റെ കയ്യിൽ പച്ചക്കറി ഉണ്ട് അല്ലേ? ഇറച്ചി വാങ്ങിയിട്ടുണ്ട്, മീന് വാങ്ങിയിട്ടുണ്ട്. ആ കയ്യിലുള്ള കീസിൽ ഉള്ള വിഭവങ്ങൾ സുഹൃത്തുക്കളെ ഏത് പണം കൊണ്ട് വാങ്ങിയതാണ്, ഏത് സമ്പത്ത് കൊണ്ട് വാങ്ങിയതാണ്? ആലോചിക്കണം, ചോദിക്കണം. ഇത് ഹറാമാണോ ഹലാലാണോ? ഹറാമാണോ ഹലാലാണോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ഹറാമ നിങ്ങൾ തിന്നരുത്. അല്ലാഹ് നിങ്ങൾക്ക് തന്ന ഹലാലിനെ നിങ്ങൾ ഭക്ഷിക്കണമെന്ന് ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ? ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു തന്നു. ഹറാമ് ചെയ്താൽ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല. ഇല്ല, തീർച്ചയാണ്. വസ്ത്രരംഗം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓപ്പൺ ചുരിദാറുകളും ഇസ്ലാമിന്റെ സദസ്സിലേക്ക് വരുമ്പോ നമ്മളൊക്കെ വലിയ ഉഷാറാണ്, മുത്തഖിയാണ്, മഫ്തട്ടേ വരുള്ളൂ, പർദ്ദ ധരിച്ചേ വരുള്ളൂ. കല്യാണത്തിന് പോകുമ്പോഴോ, സൽക്കാരത്തിന് പോകുമ്പോഴോ അല്ലേ? എന്റെ ഇടതുഭാഗത്തിരിക്കുന്ന പെണ്ണുങ്ങളോടാ ചോദിക്കണത്. എങ്ങനെ വരിക? നല്ല വസ്ത്രമായിരിക്കും അല്ലേ? ഓപ്പൺ ചുരിദാറ്, കാലിലൊരു ജഗടയൊക്കെ കെട്ടി താറാവ് നടക്കണ പോലെ നടക്കുക. ഈ രൂപത്തിലാണ് പെണ്ണുങ്ങളുടെ നടത്തം. ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ ഇല്ല. നഗ്നത വെളിവാകുന്ന ടൈറ്റുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളോട്, നിസാഉൻ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട്, നിങ്ങളോട് തന്നെയാണ് ഗൗരവത്തോടു കൂടി ഓർത്തോളൂ. ഹറാമായ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ, നരകത്തിന്റെ വിറകുകൊള്ളിയായി മാറുന്ന സ്ത്രീകളെ, സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെടുന്ന ഒരു ഭാഗം റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. നഗ്നത മറക്കാതെ നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്. ടൈറ്റുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വസ്ത്രം ധരിക്കാത്തവളെ പോലെയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ വസ്ത്രം ധരിക്കാത്തവളെ പോലെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ഇളകുന്നത് പോലെ ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങളെ ഇളക്കി നടക്കുന്ന പെണ്ണ്, ലാ യദ്ഖുലുൽ ജന്ന, അവൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, സ്വർഗത്ത് പ്രവേശിക്കുകയില്ല. വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല. ആർക്ക്? ഈ പറയപ്പെട്ട പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല. ഗൗരവത്തോടു കൂടി ഓർത്തോളൂ, നരകത്തിൽ ചെന്ന് പതിക്കേണ്ടി വരും. നാളെ നഷ്ടക്കാരായി പടച്ചതമ്പുരാന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരു ഗതി മറന്നുപോകരുത്. വസ്ത്രരംഗം കാത്തു സൂക്ഷിക്കണം അല്ലേ? സിനിമയിൽ കണ്ട് ആ സിനിമ നടി ആ ഓണിട്ട് അതേ വസ്ത്രം ഇരിക്കും വേണം. ഇതാണ് നമ്മളെ തീരുമാനം. നന്നാവോ? കൗമ നന്നാവോ? ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുക. അതാണ് ഏത് സമയത്തും നമുക്ക് ഉത്തമം. ഹറാമിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
സഹോദരന്മാരെ, നാം ആലോചിക്കേണ്ട വിഷയം, വീട്ടിലേക്ക് മക്കൾക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോ എന്റെ കുഞ്ഞിനെയും ഞങ്ങളുടെ ഈ കുടുംബത്തെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സുഹൃത്തുക്കളെ നമ്മള്, അല്ലേ? ആ പ്രാർത്ഥന എന്തേ റബ്ബാണ് കേൾക്കാത്തത്? എന്തേ റബ്ബങ്ങോട്ട് കേൾക്കാത്തത്? എന്തേ കുട്ടി വാപ്പാന്റെ മുന്നിലൂടെ പുകവലിച്ച് നടക്കുന്നത്? എന്തേ അങ്ങനെ ആയത്? എന്തേ അവൻ നന്നാവാത്തത്? എന്താ അവന്റെ പാന്റ് മുറിക്കാൻ പറഞ്ഞാൽ കേൾക്കാത്തത്? എന്താ അവനോട് താടി നീട്ടാൻ പറഞ്ഞാൽ അനുസരിക്കാത്തത്? എന്താ ഉമ്മയെ ധിക്കരിക്കുന്നത്? ആ ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന മറുപടി എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തന്നു. എന്റെ കുട്ടി നന്നാവാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? നമുക്ക് സ്വർഗം കിട്ടാൻ നമ്മുടെ മക്കൾ ഉപകാരപ്പെടണം എങ്കിൽ, ആ മക്കൾ പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ, ആ പരലോകത്ത് വിജയിക്കണമെങ്കിൽ മക്കൾ നന്നാവണം. എത്ര പ്രാർത്ഥിച്ചിട്ടും മക്കൾ നന്നാവണില്ല. അതിനുള്ളൊരു കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ പള്ളിയിൽ വന്ന് യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി, യാ റബ്ബു യാ റബ്ബു, എന്റെ നാഥ എന്റെ നാഥ എന്ന് പറഞ്ഞ അയാള് തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്. ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം ഹറാമാണ്. ഹറാം, ഹറാമായ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതം നയിക്കുന്നവനാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഇവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക? അതുകൊണ്ട് ഹറാമ് പ്രവർത്തിച്ചാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. പലിശ വാങ്ങുന്നവരെ, ലോട്ടറി എടുക്കുന്നവരെ, സ്ത്രീധന ഇടപാടുകൾ നടത്തുന്നവരെ ഗൗരവത്തോടുകൂടി ഓർക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കൂല. ഹറാമ് ചെയ്തവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കുക, ആലോചിക്കുക. നമുക്ക് ചെന്നെത്താനുള്ളൊരു ഖബറിടമുണ്ട്, അവിടേക്ക് വേണ്ടി ഒരുങ്ങണം, അവിടേക്ക് വേണ്ടി നാം തയ്യാറാകണം. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളുമായി നാം മുന്നേറണം. സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. നമുക്ക് നിറഞ്ഞു നിൽക്കണം സുഹൃത്തുക്കളെ. സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. താടി നീട്ടുന്നവർ, അല്ലേ, അവരെ പരിഹസിക്കാൻ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷേ ആ താടി നീട്ടുന്നതിൽ, നിര്യാണി മുകളിൽ പാന്റ് ഉടുക്കുന്നതിൽ, എന്റെ പ്രിയമുള്ളവരെ, നാം ശ്രദ്ധ പുലർത്തുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. തർക്കമില്ല, സംശയമില്ല. നാം ധാരാളം സുന്നത്തുകളുമായി മുന്നേറുക, സുന്നത്തുകളെ ജീവിപ്പിക്കുക സുഹൃത്തുക്കളെ. അതുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഗൗരവത്തോടുകൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നൊരു ജീവിതമാകണം. ദിക്റുകൾ ജീവിതത്തിൽ ധാരാളം. വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ ഓർത്തു നോക്ക്, പടച്ചതമ്പുരാന് നിങ്ങൾ അവന് നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിനെ നിങ്ങൾ ഓർത്താൽ അവൻ നിങ്ങളെയും ഓർക്കും. അതുകൊണ്ട് ദിക്റുകൾ അധികരിപ്പിക്കുക. നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഉള്ള ഒരു ജീവിതം. ഇങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുന്നേറി ജീവിതത്തെ ക്രമീകരിക്കുക. തിന്മകളിൽ നിന്ന് പാടേ വിട്ടുനിൽക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു നോക്ക്. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഒരു സ്ഥലം നീ നേടിയെടുക്കലാണ് ഈ ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം. ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു.
ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഇതേ ഹദീസിനെ മറ്റൊരു രൂപത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൗളിഉ ഖദമിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലം നീ നേടിയെടുക്കലാണ്. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലമെങ്കിലും നാം നേടിയെടുക്കുക. ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ചലിക്കുക. ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുക. സഹോദരങ്ങളെ, ഇവിടെ നിന്ന് 15 രൂപയോ 20 രൂപയോ ബസ് ചാർജ് കൊടുത്ത് നാം കണ്ണൂർ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, യാത്ര ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതുക. യാത്ര ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലെന്താണ്? എന്റെ ലക്ഷ്യസ്ഥാനമായ കണ്ണൂർ സിറ്റിയിലെ അവിടുത്തെ ബസ് സ്റ്റാൻഡിലെ ചെന്ന് ഞാൻ ഇറങ്ങണം, എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കണം, അല്ലെ? അതിനുവേണ്ടി നാം ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറിയപ്പോ ബസ്സിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ടിക്കറ്റ് വാങ്ങുക, സൂക്ഷിക്കുക, കൈയും തലയും പുറത്തിടരുത്, സ്റ്റെപ്പിൽ നിൽക്കരുത്, പവർ ബ്രേക്ക് സൂക്ഷിക്കുക. ഇതൊക്കെ ബസ്സിന്റെ നിയമങ്ങളാണ്. പുകവലി പാടില്ല. ഇതൊക്കെ ബസ്സിന്റെ നിയമങ്ങളായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റ് വാങ്ങും. ആ നിയമങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കും. കൃത്യമായി ആ ബസ്സിൽ എഴുതി വെച്ചത് നമ്മൾ പാലിക്കും. എന്താ അത് പാലിക്കാനുള്ള പ്രശ്നം? എന്താ? നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കണ്ണൂരിലേക്ക് ആ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തൂല. നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കൂല, അല്ലേ? എന്നതുപോലെ ഇസ്ലാം എന്നതിനെ ഒരു വാഹനമായി നിങ്ങൾ മനസ്സിൽ കരുതുക. ഇസ്ലാമിനെ ഒരു വാഹനമായി നിങ്ങൾ മനസ്സിൽ കരുതുക. എവിടേക്കുള്ള വാഹനമാണ്? സ്വർഗത്തിലേക്ക് യാത്ര പോകുന്ന ഒരു വാഹനം. ആ സ്വർഗത്തിലേക്ക് കയറി, ആ വാഹനത്തിലേക്ക് കയറിയാൽ, ഇസ്ലാം എന്ന വാഹനത്തിലേക്ക് കയറിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് വാങ്ങുക, സൂക്ഷിക്കുക എന്ന് ബസ്സിൽ എഴുതി വെച്ച പോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം നമുക്ക് കൽപ്പിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും പാലിക്കാതെയാണ് മുസ്ലിം എന്ന പേരിൽ നാം ജീവിക്കുന്നതെങ്കിൽ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഇല്ല, നമുക്ക് നന്നാവണമെന്നും നല്ല രൂപത്തിൽ ചലിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നന്നാവാൻ കഴിയുന്നില്ല എന്നാണ് പലരും പരാതി പറയാറുള്ളത്. സഹോദരങ്ങളെ, സ്വർഗം ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാം, അല്ലേ? നമ്മുടെയൊക്കെ ഇവിടുത്തെ ജീവിതം, പലരും ഈ ദുനിയാവിലെ ജീവിതം മനുഷ്യനെ കണ്ടാൽ, നമ്മളെയൊക്കെ നടത്തോ നമ്മളെയൊക്കെ ഇരുത്തമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോ എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ആ കാര്യം ഉണർത്താണ്. ഞാനിവിടെ തന്നെ മരിക്കാതെ ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കും എന്നൊരു മട്ടില്, അല്ലെ? സൂറത്തുൽ മുഅ്മിനൂൻ 24-ാമത്തെ അധ്യായം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്. 115-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, സഹോദരങ്ങളെ, 23-ാമത്തെ അധ്യായത്തിലെ 115-ാമത്തെ വചനത്തിലുള്ള പറയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും, നിങ്ങൾ വിചാരിക്കോ, അന്നമാ ഖലഖനാകും അബസാ, ഈ ദുനിയാവിൽ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്, വെറുതെ നിങ്ങളെവിടെ പടച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നാളെ പടച്ച റബ്ബിലേക്ക് നിങ്ങളെ കൊണ്ടുപോകില്ലെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തിക്കോളണേ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവല്ല നമുക്ക് വലുത്. നാം എത്തിപ്പെടേണ്ട സ്വർഗം, ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചലിക്കുക, മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി കയറി വരികയാണ്, ഒരു മനുഷ്യൻ കയറി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗത്തിലെത്തണം, എന്റെ കയ്യിൽ അമലുകളില്ല, അമലുകൾ എന്റെ കയ്യിലില്ല നബിയെ, അമലുകൾ ഉണ്ടാവാൻ എനിക്കൊരു മാർഗം, എനിക്കിനി കൂടുതൽ അമല് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് റസൂലേ, എനിക്ക് സ്വർഗത്തിലെത്താനും എനിക്ക് നന്മ ലഭിക്കാനും എന്നെ ഉപദേശിക്കണം നബിയെ, എന്നെ ഉപദേശിക്കണം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊടുക്കുകയാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ആരൊരു അണുമണി തൂക്കം നന്മ ചെയ്യുന്നുവോ അവർ പരലോകത്തെ അവന്റെ നന്മ അവിടെ കൊണ്ടുവരും. ആരൊരു അണുമണി തൂക്കം തിന്മ ചെയ്യുന്നുവോ അതും അവിടെ കൊണ്ടുവരും. സഹോദരങ്ങളെ, ഈ സ്വഹാബി അത് കേട്ടിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അണുമണി തൂക്കമോ റസൂലേ? അണുമണി തൂക്കമെന്ന് പറഞ്ഞാൽ ചോണനുറുമ്പിന്റെ കാലിന്റെ വലിപ്പം, കാൽപ്പാടത്തിന്റെ വലിപ്പം പോലും, കാലിന്റെ വലിപ്പം പോലും ഇല്ല എന്ന് നാം പറയാറില്ലേ? അത്ര നിസ്സാരമായ നന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് കൊണ്ടുവരും. അത്ര നിസ്സാരമായ തിന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പരലോകത്ത് കൊണ്ടുവരും. ഈ സംഭവം സഹാബി കേട്ടിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അണുമണി തൂക്കമാണോ നബിയെ? റസൂലുള്ള പറഞ്ഞു, അതെ, അണുമണി തൂക്കം. ആ സ്വഹാബി രണ്ട് കൈയും മലർത്തി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പോവുകയാണ്. മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അണുമണി തൂക്കം, അണുമണി തൂക്കം എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്ന സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്, കൂടുതൽ അമലുകൾ ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനെ നിങ്ങൾക്ക് കാണണ്ടേ? ആ പോകുന്ന മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് ജിബ്രീൽ എനിക്ക് വഹി അറിയിച്ചു തന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തെ കുറിച്ച ബോധമാണ്. അവിടെ സഹായിക്കാൻ ആരുമില്ല, അവിടെ നമ്മളെ കൂട്ടുപിടിക്കാൻ ആരുമില്ല. ഇവിടെ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോയവർ, നമ്മുടെ തിന്മയിലേക്ക് കൂപ്പുകുത്തിച്ചവർ, നമ്മളെ ശിർക്കിന്റെ കൊടിയ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളെ മുഴുകിപ്പിച്ച നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സഹോദരങ്ങള്, ഉമ്മയും ഉപ്പയും ആരും പരലോകത്ത് ഉപകാരപ്പെടില്ല. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യൻ ചോദിച്ചു പോകും, ഭൂമി കിടുകിടാ വിറക്കുന്ന ദിവസം, അതിന്റെ പ്രകമ്പനം കൊള്ളുന്ന ദിവസം മനുഷ്യൻ ചോദിച്ചു പോകുന്നൊരു ചോദ്യം, വഖാലൽ ഇൻസാനു മാ ലഹാ, എന്ത് പറ്റി ഈ ഭൂമിക്ക്, എന്ത് സംഭവിച്ചു ഈ ഭൂമിക്ക് എന്ന് ചോദിച്ചു പോകുമ്പോ ഇതാ ഈ ദുനിയാവിന് പന്ത് കളി കഴിഞ്ഞ ഒരു മൈതാനത്തെ പോലെയാക്കി ഈ ഭൂമി അല്ല മാറ്റും. എന്നിട്ട് അവിടേക്ക് വരികയാണ് വസ്ത്രം ധരിക്കാത്തവരായി, ചേലാക്രമം ചെയ്യാത്തവരായി മനുഷ്യരിങ്ങനെ നടന്നു വരികയാ. ചെരുപ്പ് ധരിക്കാത്തവരായി മനുഷ്യനിങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്നു വരുമ്പോ അവന്റെ ഉമ്മയുണ്ടവിടെ, അവന്റെ വാപ്പയുണ്ടവിടെ, അവന്റെ കുടുംബക്കാരുണ്ടവിടെ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീ. ഉമ്മാനെ വേണ്ട അവന്, അവന്റെ ഉപ്പാനെ വേണ്ട, അവന്റെ ഭാര്യയെ വേണ്ട, അവൻ പോറ്റി വളർത്തിയ അവന്റെ പിഞ്ചോമനെ അവന് വേണ്ട, ആരെയും വേണ്ട. അവൻ ഓടുകയാണ് എവിടേക്കെന്നറിയുമോ? റബ്ബിന്റെ അടുക്കലേക്ക്. എന്റെ നഫ്സ് റബ്ബേ, എന്നെ കാക്കണേ റബ്ബേ എന്ന് വിലപിക്കുന്ന ദിവസം അല്ലാഹുവിന്റെ റസൂല് വരെ നമുക്ക് വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് സുന്നത്തുകൾ പ്രാവർത്തികമാക്കി ജീവിച്ചവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ സ്നേഹിച്ച് ജീവിച്ച മുത്തഖീങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന റസൂല് അവിടെ പറയുന്ന വാചകം ഒന്നോർത്ത് നോക്കണേ. യൗമ യദ്ഉ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ വയൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. എന്റെ ഉമ്മത്തെ എന്ന് റസൂലുള്ള പറയുന്ന കാലം ആരും നമ്മളെ സഹായിക്കാൻ അവിടെ ഇല്ല സഹോദര. വലഖദ് ജഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കായി ഇങ്ങനെ വരികയാണ്. ആരും സഹായിക്കാനില്ലാതെ, ചേലാക്രമം ചെയ്യാതെ, വസ്ത്രം ധരിക്കാത്തവരായി വരുമ്പോ
അല്ലാഹു വലത് കൈയിലേക്ക് ഗ്രന്ഥം തരുമ്പോ അല്ല ഇടത് കൈയിലേക്ക് ചില ആളുകൾക്ക് ഗ്രന്ഥം കൊടുക്കുമ്പോ ആ ഗ്രന്ഥം ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് അത് വായിച്ചു നോക്കിയിട്ട് ആ മനുഷ്യൻ പറയുന്ന വർത്തമാനം, യാറെ പടച്ചവനെ, മാലിഹാദൽ കിതാബ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ് നാഥാ, ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ, പടച്ചവനെ, ഞാൻ ചെറുപ്പത്തിൽ എന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് നാഥാ, എനിക്ക് സ്വർഗം നൽകണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു നോക്കുമെങ്കിലും ആ പറച്ചിലിന് കാര്യം ലഭിക്കാത്ത ഒരു കാലം, അങ്ങനെ ഒരു ലോകം, അതാണ് പരലോകം. ആ ലോകത്തെ രക്ഷപ്പെട്ടു പോകണോ, സൽക്കർമ്മങ്ങൾ വേണം. അവിടെ വിജയം കൈവരിക്കണോ, സൽക്കർമ്മങ്ങൾ വേണം. വളരെ ചുരുക്കത്തിൽ ആ വിജയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാം എത്തിപ്പെടുന്നൊരു നരകമുണ്ട്, നാം ചെന്നു ചേർന്നൊരു നരകമുണ്ട്. ആ നരകത്തെ സംബന്ധിച്ച് നാം അറിയാതെ പോയതാണ്. തെറ്റ് ചെയ്യാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വല്ലാഹി വല്ലാഹി ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലലഹിത്തും ഖലീല വലബഖൈതും കസീറാ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, കൂടുതൽ നിങ്ങൾ കരയുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. ആ വിഷയം എന്തെന്നറിയുമോ, നരകത്തെ സംബന്ധിച്ചാണ്, നരകത്തെ സംബന്ധിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കളയുന്ന നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. കല്ലാ ഇന്നഹാ ലല്ലാ, മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നതല്ല നരകം, വീട്ടിലെ അടുപ്പത്ത് കത്തുന്ന തീയാണ്, അതാണ് നരകമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി, പിഴച്ചുപോയി. കല്ലാ ഇന്നഹാ ലല്ലാ, അതല്ല നരകം. നസ്സാഅത്തൽ ലിശ്ശവാ, നസ്സാഅത്തൽ ലിശ്ശവാ, മനുഷ്യന്റെ തലയോട്ടി ഉരുക്കിക്കളയുന്ന തീജ്വാലയാണ് മനുഷ്യരെ നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ. ഈ തോളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണമെങ്കിൽ നരകക്കാരന്റെ ചുമലിന്റെ വലിപ്പം, അവന്റെ ശരീരത്തിന്റെ വലിപ്പം 3 ദിവസത്തെ യാത്രാ ദൂരമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ ഒരു പല്ലിന്റെ വലിപ്പം, നരകക്കാരന്റെ ഒരു പല്ലിന്റെ വലിപ്പം, മിർസുൽ കാഫിർ ഔനാദുൽ കാഫിർ മിസ്ല ഉഹദിൻ, ഉഹദ് മലയോളം വലിപ്പമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നരകക്കാരനെ പഠിപ്പിച്ചു തന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവന്റെ ഇരിപ്പിടത്തിന്റെ വലിപ്പം എത്രയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചോ. ഈൽ ജഹന്നം, നരകക്കാരന്റെ ഈൽ മജ്ലിസ്, അവന്റെ മജ്ലിസിന്റെ വലിപ്പം, ഇരിപ്പിടത്തിന്റെ വലിപ്പം, കമാ ബൈന മക്ക വ മദീന, മക്കക്കും മദീനക്കും ഇടയിലുള്ള വിശാലതയുണ്ടാകുമെന്ന് അവൻ ജീവിതത്തിൽ ചെയ്ത തിന്മകൾക്ക് നരകത്തിൽ കിടന്ന്, നന്മ ചെയ്യാത്തതിന്റെ പേരിൽ, തിന്മയിൽ മുഴുകിയതിന്റെ പേരിൽ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോ, ഭക്ഷണം ചോദിക്കുമ്പോ, ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ വരീഅ എന്ന മുള്ളിന്റെ ചെടി മനുഷ്യന് നൽകുമ്പോ ആ ചെടി കഴിച്ചിട്ട്, ഇല്ല റബ്ബേ, റിസ്ലീൻ എന്ന വൃത്തികെട്ട ശരീരത്തിൽ നിന്ന് പൊട്ടിവഴുകുന്ന ജലവും ചോരയും ഭക്ഷണമായി നൽകുമ്പോ, തളച്ചു മറയുന്ന വെള്ളം ദാഹം തീർക്കാനവന് നൽകുമ്പോ, ഇത് കുടിച്ചിട്ട് താഴ്ഭാഗത്തെ ചുണ്ട് പൊക്കിള് വരെ തൂങ്ങി നിൽക്കുന്ന വേളയിൽ ഈ മുകൾ ഭാഗത്തെ ചുണ്ട് നെറ്റിത്തടം വരെ പൊങ്ങി നിന്നിട്ട് അന്ന് കൈകെട്ടി നിന്ന് പറയുന്ന, കൈകടിച്ച് പറയുന്ന വർത്തമാനം, വർത്തമാനം കൂടി പറഞ്ഞ് എന്റെ വാചകങ്ങളെ അവസാനിപ്പിക്കട്ടെ, എന്റെ വാചകങ്ങൾക്ക് തിരശ്ശീല ഇടട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടു കൂടി ഓർക്കണേ. 2 കൈയും അണ്ണാക്കിലിട്ട് കടിച്ചിട്ട് ഭീകരന്മാരായ മനുഷ്യന്മാര് മുഖത്തോട് മുഖം നോക്കി അട്ടഹസിക്കുന്ന മനുഷ്യൻ പറയുന്ന വർത്തമാനം, പടച്ചവനെ, യാ വൈലനാ യാ ലൈതനാ, മനുഷ്യൻ പറഞ്ഞു പോകാണ്, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, അതാനല്ലാഹ വഅതാനർ റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്
മനുഷ്യൻ പറഞ്ഞു പോകുന്ന നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ കഴിയാതെ വിലപിച്ചു പോകുന്ന ആ ദിവസം രക്ഷപ്പെടണ്ടേ, വിജയിക്കണ്ടേ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണോ? ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കി സലഫുകളുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, സുന്നത്തുകൾ ധാരാളമായി, ദിക്റുകൾ ധാരാളമായി ജീവിതത്തിൽ പകർത്തുക, നന്മകൾ ധാരാളമായി ചെയ്യുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, നന്മകളോടുകൂടി മുന്നേറുക, ജീവിതത്തിന്റെ മേഖലകളിൽ ഒരു തെറ്റും ഞാൻ ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുകയും സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി മുന്നേറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖം ബാധിച്ച് കിടക്കുന്നവർക്ക് നീ ശിഫ നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ഒട്ടനേകം രോഗികൾ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായ ഒട്ടനേകം ആളുകൾ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ നാഥ. അവർക്ക് സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് നീ പരിഹാരം നൽകുന്നുണ്ട്. വളരെ വേഗത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരണമേ നാഥ. ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുവാനും മനസ്സിന് ചാഞ്ചാട്ടമില്ലാതെ ഈ ഹക്കിന്റെ കൂടെ എന്നെന്നും ചലിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.